ജലസംരക്ഷണത്തില് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ടോപ്പാണ്. 29 സംസ്ഥാനത്തില് ഏറ്റവും മിടുക്കന്മാരാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏറ്റവും കൂടുതൽ രോഗികള് ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഋഷഭം ഋഷഭോ എന്താ 18 വയസ്സാണെങ്കില് 22ഓളം ഡ്രഗ് ഐറ്റംസിന്റെ നോൺ ഫോം അറിയാൻ എങ്ങനെ അറിഞ്ഞു? ആ 7 അക്ഷരത്തിന്റെ ഫുൾ ഫോം അറിയുന്ന ഒരു വ്യക്തിയും ആ സ്ത്രീയെ ടീച്ചർ 44 നദികളും വെള്ളക്കെട്ട് നടത്തുന്ന സർക്കാരാണുള്ളത്. 44 ശുദ്ധജല തടാകങ്ങളും നദികളും ഒഴുകുന്ന കേരളത്തിന്റെ പ്രദേശത്ത് തനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കിട്ടുന്ന 10 രൂപ കൊടുക്കണം. ഒന്ന് വരെ പോയി നോക്കാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴേ കൊറേ കക്കയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു ടൈമിൽ പോയിട്ടുണ്ടാന്ന് നോക്കാനായിരുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് കക്ക മേടിച്ചിട്ട് വരാലോ. നേരെ പോവാന്ന് വിചാരിച്ചേ. 2 വഴി ഉണ്ടല്ലോ. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് കിട്ടാത്തത്. അങ്ങനെ ഉണ്ടായാ മതിയായിരുന്നു. ഇന്നലെ ഓൾറെഡി എടുത്തിട്ടുണ്ടോ അറിയില്ല. ഇല്ല, അവരെപ്പോഴും കോരിക്കൊണ്ടിരിക്കും. മഴയില്ലല്ലോ. അങ്ങോട്ടായിരുന്നല്ലേ? ആ, ഇങ്ങടല്ല, ഇച്ചിരി അങ്ങടല്ലേ. അയാള് നിൽക്കുന്നുണ്ടോ? നിൽക്കണോ അവിടെ? ഇല്ലല്ലോ. ഇല്ലല്ലോ, അവര് വാരിക്കൊണ്ടിരിക്കണല്ലേ നീ? ആ, അവര് പക്ഷെ വാരിക്കൊണ്ടിരിക്കണേ ഉള്ളു. ഇവിടെയൊക്കെ കക്കിരിക്കുന്നുണ്ടോ? ഇതൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട് അവര്. കുഴപ്പമില്ല. അത് ഏകദേശം മറ്റേ ചെറിയ കക്കയാണ്, നമ്മള് പണ്ട് മേടിച്ച കക്കില്ലേ. അപ്പുറത്തെ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു വലുതാന്ന് തോന്നുന്നു. ആ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നില്ല. അവിടെ ഒരാൾ വരുന്നുണ്ടല്ലോ വാരിയിട്ട്. ഇവിടെ വേണമെങ്കിൽ അവിടെ അപ്പുറത്ത് നിർത്തിയിടാം വണ്ടി. എന്നാലേ അവിടെ നിർത്തി ഞാൻ അവിടെ ഇറങ്ങാം. എവിടെ നിർത്തിയിടണ്ടേ? അവിടെ സ്ഥലമില്ലേ? അവിടെ ആ ചേട്ടൻ വാരിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ചേട്ടൻ കക്ക വാരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടത്തെ ചേട്ടന്മാര് മറ്റേ മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടത്തെ. ആണോ? ഇവരെനിക്കൊന്ന് വണ്ടിയിൽ വന്നവരാണ്. ആ ഒരു കാർ ഇട്ടുണ്ട് അവിടെ. ഇവര് ചിലപ്പോ വിൽക്കാനായിരിക്കില്ല. ഇല്ല, അവരുടെ വിനോദത്തിനായിരിക്കും. ഇന്നൊരു എൻജോയ്മെന്റ്. അവിടെ ഒരു ചേട്ടൻ വലയും കൊണ്ട് വന്നേക്കുന്നു. കക്ക മേടിക്കാൻ പോവാ. ആ ചേട്ടനുണ്ടല്ലോ അവിടെ വാരിക്കഴിഞ്ഞാൻ നോക്കിയായിരുന്നല്ലോ. അപ്പുറത്താണോ? ഇവിടത്തെ കഴിഞ്ഞായിരുന്നാ? അല്ല, ഫുള്ള് വാരി കഴിഞ്ഞായിരുന്നാന്ന്. വാരി കഴിഞ്ഞായിരുന്നല്ല. ആണോ? കുറച്ച് വലുതാണല്ലോ. ഇത് കുറച്ച് വലുതും പിന്നെ എത്രയിനെ അതുകൂടാണ്ട് മറ്റേ വെള്ളത്തിലിട്ടുണ്ട്. അറിയാണ്ടായിരുന്നോ? ചെറുതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അല്ലേ? ഇത് എത്രയാ? ഇതിന് സെയിം റേറ്റ് തന്നെ ആണോ? അതെന്താ? ഡൈജഷന്റെ പ്രശ്നം ഉണ്ടാവൂല. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിന്റെ മൈനസ് മതി. പക്ഷെ ഇതിന്റെ മറ്റേ ഇത് കളയണ്ടേ? ഉള്ളിലത്തെ കളയണ്ടേ? കുഴപ്പമില്ലേ? അത് ന്യൂ ജനറേഷന്റെ പ്രശ്നമാണ്. മനുഷ്യൻ എന്താണ് കഴിക്കേണ്ട ഭക്ഷണം എന്നുള്ള സംഭവം ന്യൂ ജനറേഷൻ അറിയില്ല. അതാ ചോദിക്കുന്നതായിട്ടോട് നമുക്കറിയാം. ഇമ്മ്യൂണിറ്റി പവർ കുറച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത മെഡിസിൻ കയറ്റിട്ടിരിക്കും. മനുഷ്യന് മാത്രമുള്ള എന്നോട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുന്നതും ഈ മെഡിസിൻ കഴിച്ചിട്ടിരിക്കുന്ന ജീവി മനുഷ്യൻ മാത്രമുള്ള. ഇതിന്റെ കാരണം പ്രകൃതിജന്യമായിട്ടുള്ള ഭക്ഷണമല്ല കഴിച്ചിട്ടിരിക്കുന്നത്. എല്ലാം ആർട്ടിഫിഷ്യലായിട്ട്. ഞാനിത് കാണുമ്പോ തുടങ്ങിയിട്ട് ഇതിന്റെ ഉള്ളിലത്തെ സാധനം എടുത്ത് കളയാനായിട്ടാ കണ്ടേക്കണത്. പക്ഷെ അത് അഴുക്കല്ലേ? അപ്പൊ അതാണല്ലോ ഈ കാൽസ്യം ആയിട്ടും പരിവർത്തനം. അല്ല, അതിന്റെ ബ്ലാക്ക് കളറാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ. നീന്റെ മറ്റേ വെള്ളം എന്തോ കുടിക്കില്ലേ? വെള്ളം കുടിക്കുക. വെള്ളം പിന്നെ നമ്മൾ രസം ഉണ്ടാക്കൂലേ? അത് മറ്റേ ഇത് നല്ലോണം കഴുകണ്ട. പക്ഷെ ഇത് നല്ലോണം കഴുകിയിട്ട് മറ്റേ നല്ലോണം കഴുകാൻ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. രാത്രി ആര് വെള്ളത്തിലിരിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടി ഒന്നുകൂടി കഴുകാം. അതിനുശേഷം അത് പുഴുകിയെടുക്കാം. പുഴുകാൻ അറിയാലല്ലേ? വീട്ടില് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ചെടി ഊറാനായിട്ട് അതിനകത്ത് ചെടി കിടക്കുന്നതാണ്. അതിനകത്ത് ഡസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനുശേഷം ഊറി എടുത്തതിന് ശേഷം
മസാല ചേർക്കുന്നത് നിങ്ങളുടെ ലൈക്കാണ്. ആ ഇത് എത്ര മിനിറ്റ് വെക്കണം മറ്റേ വെള്ളത്തിലിട്ടിട്ട് അങ്ങനത്തെ കഴുകിയെടുക്കുന്നത് അത്രേ ഉള്ളൂ. ആ മസാല ചേർക്കുന്നത് നിങ്ങളുടെ ലൈക്കാണ്. മുളക് പൊടി ഉപയോഗിച്ചിട്ട് ഇടിച്ച മുളക് ഇടുക, സവാള ചേർക്കുന്നത് ചെറുപുള്ളി ആയിരിക്കുക. നമ്മളെങ്ങനെ പെർഫെക്ഷൻ ആകുന്നത് ലൈക്കുള്ള ചേക്കാം. മുളക് പൊടി ഉപയോഗിക്കുന്നത്, മുളക് പൊടി ചേർക്കാൻ സ്വഭാവം നഷ്ടപ്പെടും. സവാള ഉപയോഗിക്കുന്നത്, ചെറുപുള്ളി ആണെങ്കിൽ പെർഫെക്റ്റ്. പിന്നെ ഇപ്പോ എന്താണ് സംഭവം വെച്ചാല് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർക്കണ്ട. ഓട്ടോമാറ്റിക് ഉപ്പുണ്ടാവും. ഉപ്പ് ജീവിക്കുന്നവര് ഇപ്പം മഴ പെയ്തതിന്റെ ഉപ്പ് കുറഞ്ഞിരിക്കാനുള്ളത്. അല്ല ഇത് ഈ കുഞ്ഞിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ ഓയിൽ വേണ്ട, മറ്റേ വലുതിന് കുറച്ച് ഓയിൽ വേണ്ടി വരും അല്ലേ? ഡൈജഷൻ ഫ്രൈ ചെയ്യാൻ സമയം എടുക്കില്ല ശരിക്കും വലുത് അല്ലേ? ഫ്രൈ ആവൂല, റബ്ബർ പോലെ കൊള്ളാവില്ല. ഇത് പ്രിപ്പയർ ചെയ്ത് നമ്മള് സൂക്ഷിച്ച് വെച്ച് ഡെയിലി ഓരോ സ്പൂൺ, അത് 4, 5, 6 ഇറച്ചി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതല്ല 100 ഗ്രാം നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം 20 ദിവസം കഴിയുമ്പോ കിഡ്നി സ്റ്റോൺ ആവും. ആണോ? ഓ കാൽസ്യം ടൈറ്റ് ആയിട്ട് കൂടുതൽ കഴിച്ചാൽ എന്താ? കിഡ്നി സ്റ്റോൺ ആണല്ലേ? കാൽസ്യം ടൈറ്റ് ആവും. കാൽസ്യം, ഇത് ഫുള്ള് കാൽസ്യം അല്ലേ സാധനം? ആരോഗ്യ സംരക്ഷണത്തില് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ടോപ്പാണ്. 29 സംസ്ഥാനത്തിൽ ഏറ്റവും മിടുക്കന്മാരാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏറ്റവും കൂടുതൽ രോഗികള് ഇവിടെ ഉള്ളത്, ഏറ്റവും കൂടുതൽ രോഗികള് നമ്മൾ ഗുജറാത്തിൽ ചെന്നാല് ഇനി തേങ്ങ അവിടെ ഷുഗറിന്റെ അവിടെ വെച്ചാല് മറ്റേതല്ലേ ചപ്പാത്തി, പിന്നെ മറ്റേ ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളെ മാംസങ്ങൾ കഴിക്കുന്ന ആൾക്കാർ കുറവാണ്. പക്ഷെ അവിടെ രോഗികൾ ഒന്നും കഴിക്കില്ല. ബീഫ് സാധനങ്ങളൊന്നേ അതൊന്നും കഴിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും മറ്റേ പുഴമീനാ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കാണാണ്ടായിരിക്കും കഴിക്കുക ചിലപ്പോ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികള്. പറൂരുകളാണ്. നന്ദിയാട്ടുന്നത് പറൂര് തന്നെ നിങ്ങളുടെ ലൈഫിനെ ശ്രദ്ധിച്ച എത്ര ഹോസ്പിറ്റലുകളുണ്ട്, എത്ര ഡിസ്പെൻസറികളുണ്ട്, എത്ര ഇഷ്ടംപോലെ ഉണ്ട്. എന്റെ ചെറുപ്പത്തിൽ സർക്കാർ ആശുപത്രി മാത്രമേ ഉള്ളൂ. അതിന് എന്റെ ഓർമ്മയില് അതിനുശേഷം ഷാജി ഹോസ്പിറ്റൽ വന്നു. ഇപ്പോഴാ ഇഷ്ടംപോലെ എവര് പേര് നമ്മൾ നോക്കിയാൽ സിവിൽ വ്യവസായം പോലെ ദന്ത ഡോക്ടർമാരാണ്. എന്താണ് കാരണം? ദൂരം പേസ്റ്റാണ് തരുന്നത് ഇവിടെ. ലോൺ ട്രീറ്റ്മെന്റ് അല്ല അതല്ല ചേട്ടാ. പക്ഷെ എന്താ വെച്ചാല് ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വരുന്നതല്ലേ, ഇതൊക്കെ പറഞ്ഞുതരാൻ ആരും ഇല്ലല്ലോ ഇപ്പൊ. ഇപ്പൊ പഴയ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് 12 വർഷം റെഗുലറായിട്ട് ബോംബെ ജീവിച്ചാലാണ്. സാധാരണ കേരളത്തിൽ നിന്ന് ഒരാൾ ബോംബെ ചെന്ന അവസ്ഥയിൽ 6 മാസം ന്യൂമോണിയ, പനി, ബ്ലഡ് കംപ്ലൈന്റ് ആവും. പക്ഷെ എന്തായാലും തിരിഞ്ഞു നോക്കില്ല. 12 വർഷം. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് 3-4 മാസം കഴിയുമ്പോഴും എന്റെ ബന്ധങ്ങള് അവിടെ ഉള്ള പ്രാദേശികമായിട്ട് മനുഷ്യര് അവരവിടെ ഭൂപ്രകൃതിച്ച് അറ്റ്മോസ്ഫിയറിൽ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് എന്നത് കഴിച്ചിട്ടിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഭക്ഷണം നമ്മൾ അവിടെ ഒരിക്കലും നടക്കൂല. പിന്നെ അവിടെ ഉള്ള പ്രത്യേകത വെച്ചാല് എനിത്തിങ് എവരിത്തിങ് ഫ്രഷ് ആയി. ഇവിടെ അങ്ങനെയല്ല. വേപ്പല പണിച്ചാലും പച്ചക്കറി വെച്ചാൽ വിഷം നടത്താൻ ജനറേഷൻ പറയുന്നത് ഉണ്ടാക്കി തിന്നാൻ ആർക്കെല്ലാം അറിയാമോ? വെണ്ടക്കച്ചെടി, ഒരു വഴുതനച്ചെടി വെട്ടി പിടിപ്പിച്ച് അതിനകത്ത് വിളവുണ്ടാക്കി ഭക്ഷിക്കാൻ വേണ്ട 2 ദിവസത്തില് 1 ദിവസം അല്ല ഒരാഴ്ചയിൽ 2 ദിവസം നമ്മുടെ വളപ്പില് നമ്മുടെ തൊടിയില് ഉണ്ടാക്കി കഴിക്കാൻ ആർക്കും അറിയാമോ? കേരളത്തില് നാശത്തിലേക്ക് വീണത് വലിയ പ്രശ്നമാണ് കേരളത്തില്. കാരണം തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ കർണാടകയിൽ നിന്നോ വെജിറ്റബിള് അരി വന്നില്ല എങ്കിൽ ചേട്ടാ അത് മാത്രല്ല ഇപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പൊ എല്ലാ ദിവസവും എല്ലാവരുടെ ഒരു ഇതല്ലേ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവാന്നുള്ളത്. ജോലിക്ക് പോവാണ്ട് നമ്മള് വീട്ടിലിരുന്നിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര പുച്ഛാണ്. അല്ല നമ്മള് ഭയങ്കര പുച്ഛാണ്. 2 മണിക്കൂർ ട്രൈ ചെയ്താൽ മതി. 2 മണിക്കൂർ നമ്മളെ ചെടികളോടൊന്ന് സംബന്ധിക്കാൻ 2 മണിക്കൂർ, രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ. സർക്കാർ ഇഷ്ടംപോലെ സഹായിച്ചിട്ടുണ്ട് കൃഷിക്ക്. 2 സെന്റ് 3 സെന്റ് വരെ എന്ത് കൃഷി ചെയ്യും? 2 സെന്റ് 3 സെന്റ് കൃഷി ഒരു വീട് വെച്ച് ഒരു പാത്രവും കിട്ടി, പിന്നെ ഒരു വണ്ടി, ഒരു കാറുണ്ടാവും, അല്ല ഒരു ബൈക്ക് ഉണ്ടാവും. അതുകൊണ്ട് വെച്ചാൽ അതിനകത്ത് എന്ത് കൃഷി ചെയ്യും? ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഈ രാജ്യം ഇന്ന് വരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കും ഒരു സൊല്യൂഷൻ അറിയില്ല. അന്നമാണ് ജീവനെ കൊല്ല്, അതിനപ്പുറത്തൊന്നുമില്ല അല്ലേ? ഇതെല്ലാ ജീവികം. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇത്രയും വിവരദോഷ അറിവില്ലാത്ത മനുഷ്യ സമൂഹം ജീവിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. നല്ല സാക്ഷരത ഉണ്ട് താനും. എന്താണ് സാക്ഷരത? എഴുതാനും വായിക്കാൻ അറിയാം. പഠിച്ചത് ഞാൻ മറ്റേ ഇത് എയർ ഹോസ്റ്റസ് ട്രെയിനിങ് കഴിഞ്ഞു. മലയാളം അറിയാലേ? ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. കുഴപ്പമില്ല, നമ്മളെപ്പോഴും എഴുതുന്ന ആൾക്കാരാണ്. അല്ല ഇത് സംഭവം എന്ന് പറയാം, ഞാൻ 10 വർഷം കർണാടകയിലായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. കന്നഡ അറിയില്ല, ഹിന്ദി മതമൊക്കെ നമുക്ക് ഇതാക്കാം. പൂമ്പാറ്റ എന്താ ഋഷഭം മറ്റേതല്ലേ? പൂമ്പാറ്റ എന്തോ സാധനല്ലേ ഋഷഭം?
ആണോ? ആ അങ്ങനെയാണെങ്കിൽ കാള ഋഷി എന്ന് പറയുമ്പോൾ ചിത്രം തരും അല്ലെ. ഒരു പണിയിൽ കാണുന്ന തടിയൊക്കെ കൊടുത്തിട്ട് ഒരാള ഇയാളും കാളായിട്ട് എന്താ ബന്ധം? അയാളും കാളായിട്ട് ഒരു ബന്ധമില്ല. കാളനെ ഈ സമൂഹം ഈ രാജ്യത്തെ മനുഷ്യർ ഉപയോഗിച്ചത് കൃഷിക്ക് വേണ്ടിയാണ്. ഋഷി എന്ന വാക്കൂടെ കൃഷിയാക്കി മാറ്റി. എനിക്ക് ആകെ അറിയാവുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് എല്ലാം മേടിച്ചാണ് കഞ്ചാവാണ്. പക്ഷെ എന്റെ 18 വയസ്സാകുമ്പോൾ 22ഓളം ഡ്രഗ് ഐറ്റംസിന്റെ നോൺ ഫോം അറിയാൻ. എങ്ങനെ അറിഞ്ഞു? അത് നെറ്റിലുള്ളവരൊക്കെ സെർച്ച് ചെയ്യില്ല, ഈസി ആയിട്ട് അവർക്ക് അറിയാൻ പറ്റില്ലേ? നെറ്റിലെ എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നും പത്രത്തിലും TV മാധ്യമങ്ങളും ഇതാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വേണ്ടാത്ത ഒരു സാധനത്തിൽ പറയാണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലെ. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കഞ്ചാവ് ഡ്രഗ് പിടിക്കുന്ന ആൾക്കാരൊക്കെ ഷോ ചെയ്യാണ് TV-യിൽ പത്രത്തില്. എന്തിനാണത്? അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, പബ്ലിസിറ്റി മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ. ഇയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇയാളെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുകയാണ്. ഗെറ്റ് ഹിയർ, ഇവിടെ കിട്ടും, ഇയാളെ സന്ദർശിക്കാം. അങ്ങനെ ഒരു പരസ്യമാണ് ചെയ്തിരിക്കുന്നത്. ശരി, ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? മാധ്യമങ്ങളൊക്കെ അടച്ചുകൊണ്ട് അല്ല, നമുക്ക് നിയന്ത്രിക്കാനുള്ള താക്കോലിന്റെ ഒരു ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ജനസമൂഹം നമ്മുടെ നാട്ടിലില്ല. ഞങ്ങളിവിടെ ഇല്ലാത്തോണ്ടിട്ട് ഓട്ടോ സൈഡി ഇല്ല, ഇതുവരെ ഓട്ടം ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടില്ല, ഇതുവരെ ഓട്ടോ ഈ വർഷം തുടങ്ങിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ആരെങ്കിലും പ്രകടന പത്രിക അവതരിപ്പിക്കുന്ന വിഷയം പ്രാവർത്തികമാക്കിയിട്ടുള്ള ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടാകണ്ടേ? ഉണ്ടാവണം. പഠിക്കണം. നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ പഠിക്കണം. നമ്മൾ ജോബിന് വേണ്ടി പഠിക്കുന്നതൊക്കെ, അറിവിന് വേണ്ടി പഠിക്കുന്നതൊക്കെ നമ്മൾ ജോബിന് വേണ്ടി പഠിക്കണം. അവൻ ഫോട്ടോഗ്രാഫർ 12 വർഷം ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ സംഭവങ്ങൾ. അതെനിക്ക് ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോയി 12 വർഷം റെഗുലർ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്തു നിന്ന് പഠിച്ച് മനസ്സിലായപ്പോൾ ഇവിടെ സിനിമയല്ല ചെയ്യുന്നത്. ഇതിന് ഇംഗ്ലീഷിലൊരു വേണ്ട സ്കിൽ ബിസിനസ് 100 രൂപ. പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന സ്കിൽ ബിസിനസ്. അത് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ തോന്നുന്നത് ഹേമ കമ്മീഷണറാണ്. സിനിമാ ലോകത്ത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ അകത്ത്. അതാണ് അതിൻ്റെ അകത്ത്. അപ്പൊ ന്യൂ ജനറേഷൻ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ കോൺസെപ്റ്റ് പഠിക്കണം. അതിനെക്കുറിച്ച് ആർക്കറിയില്ല. എല്ലാവരും വിശ്വാസികളാണ്. അപ്പൊ എല്ലാവരും വിശ്വാസികളാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് വിശ്വാസം? സത്യമാണോ ഫെയ്ത്താണോ? നമ്മള് വിശ്വസിക്കുന്ന സാധനല്ലേ നമ്മള്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വാക്കുണ്ടാ വാക്കുകൾ അതെന്ന് പറയുമ്പോ ഓരോരുത്തരുടെ രീതിയല്ലേ. ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിശ്വാസങ്ങൾ കുറവാണ് ഭയങ്കരമായിട്ട്. സംബന്ധം വെച്ചാ അതൊക്കെ സംഭാരം, സംഭാവന, പായസം, വാക്ക് കേട്ടല്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? അറിയില്ല. സമിന്റെ അർത്ഥം അറിയില്ല. വിശ്വം മുഴുവൻ. എന്താണ് സാധനം? ലോകം മറ്റേ അതെന്താണ് വിശ്വം മുഴുവൻ? എന്താണ്? അതറിയില്ല. പവർ, മാഗ്നറ്റിക് പവർ. അതിലേക്ക് നിലനിൽക്കില്ല. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ജനസമൂഹം ഈ ലോകത്തുണ്ടായിരുന്നു, ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ഈ മൊബൈലും ഇന്നത്തെ ടെക്നോളജിക്കും തുടക്കം കുറിച്ച് മനസ്സിലായി. മൈൻഡ് ടു മൈൻഡ്. അതല്ലല്ലോ ഇന്ന് നടക്കുന്നത്. അവർ നല്ലൊരു മനുഷ്യനായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുന്നതാ? ഒരു മനുഷ്യനാകാനായിട്ട് സ്കൂൾ തലങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? മനുഷ്യനാകാനായിട്ട് സ്കൂൾ തലത്തിൽ എന്ന് പറയണത് ഓക്കെ പഠിപ്പിക്കണത് കുറവാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ആരാണ് കൃഷ്ണൻ? കൃഷ്ണന്റെ പ്രവൃത്തി എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? അതാണ് ഒരു മനുഷ്യൻ, ഒരു കുട്ടിയുടെ ആ തലച്ചോറ്. അത് ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ചിന്തകൾ അനുസരിച്ച് കുട്ടി ജനിച്ചാൽ അവന്റെ മൈൻഡ് ബ്ലാങ്ക് ആണ്. നമ്മുടെ മദർ ബോർഡിലെ പ്രോസസ്സർ പോലെ അല്ലെ? അതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അതല്ലേ സത്യം? അതിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യനാ, ഒരു കുട്ടിയെ അവന്റെ തലച്ചോറിൽ ആദ്യമായിട്ട് ഇൻഫോർമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ലോകത്തിൽ അല്ലെ? ഈ രാജ്യം ഏറ്റവും ഉയരങ്ങളിൽ നിന്ന്. അല്ല, ചേട്ടന്റെ മറ്റേ ഐഡിയോളജീസ് ഒക്കെ നല്ല ഐഡിയോളജീസ് ആണ്. പക്ഷെ അത് എത്ര പേര് കേൾക്കുന്നുള്ളത് ആ സമയം. ഇപ്പൊ ആൾക്കാർക്ക് സമയമില്ലല്ലോ. എല്ലാവരും ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2000 വർഷത്തിന് മുമ്പ് ജീസസ് ക്രൈസ്റ്റ് ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളതാണ്. അതെ, അയാൾ പറയുന്ന മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ജീസസ് പറഞ്ഞതോ, നബി പറഞ്ഞതോ, കൃഷ്ണൻ പറഞ്ഞതോ, ബുദ്ധൻ പറഞ്ഞതോ മനുഷ്യൻ മനസ്സിലാക്കി സ്വീകരിച്ച് അവിടെ തലച്ചോര ഫീഡ് ചെയ്ത് നൂറുകണക്കിന് ബുദ്ധന്മാരും ജീസസ്മാരും നബിമാരും ജനിച്ചാലേ. ശരിയാണ്.
എന്തായാലും എന്താ പറയാ, ലോകത്തും മാറ്റം സംഭവിക്കുന്നതാണ് അല്ലെ. ആദ്യ മനുഷ്യൻ കല്ലുകൊണ്ടും എല്ലുകൊണ്ടും മരക്കമ്പ് കൊണ്ടും യുദ്ധം ചെയ്തു. അതൊക്കെയാ ആയുധങ്ങള്. ഇലക്ട്രോണിക്സ് വെപ്പൺസ് ഉണ്ടാക്കി. ഇപ്പൊ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? എന്തിനാണ് ഈ വെപ്പൺസ്? ആരെ കൊല്ലാൻ, എന്തിനു കൊല്ലാൻ? ലോകത്തില് മാറ്റം സംഭവിക്കണം ഇനി. കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ശരിയല്ല. കാരണം ഇപ്പൊ കുട്ടികൾ തന്നെ ഇപ്പൊ അധികം വലിയ അത്രയും കളിക്കാനൊന്നും താല്പര്യമില്ലാത്തവരല്ലേ. ഇല്ല, ലോകത്തെ ഏറ്റവും വലിയ വിഷയം കേരളത്തിലായിരിക്കും. ആണല്ലേ? അല്ല വിജുതാ, നമ്മളെന്തെങ്കിലും സ്പീച്ച് ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കുന്നതായിരിക്കും. നമ്മുടെ സ്കൂളിലെ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. മൂവിയുടെ ആളാണ്. ആ സിനിമയില് ആ ബോംബെ കലാപത്തെ കുറിച്ചാണ്. രണ്ട് കറുത്ത വ്യക്തികളാ വെച്ചിനോട്ട് കല്ലുകൊണ്ട് ഈ വിരൽ പഠിച്ചു. കണ്ട രണ്ടുപേരും ചോരക്കൊരു നിറമാണ്. തലക്കകത്ത് എന്താണോ അതാണ് ചോരക്ക് നിറവില്ലാത്ത. ചോര എന്ന് പറഞ്ഞ ചുവപ്പ് നിറവില്ലാത്ത ഏത് ജീവിയാണുള്ളത്? ഏതൊരു മത്സ്യം ഉണ്ടെന്നാണല്ലേ, ഏതോ പച്ചരക്തമുള്ള. ചോരയില്ല. മത്സ്യം, പട്ടി, പൂച്ച, ചോരയുടെ നിറമല്ല. മനുഷ്യന്റെ തലച്ചോറിനകത്ത് എന്ത് ഫീഡ് ചെയ്തിരിക്കുന്നോ അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇസ്ലാം മത വിശ്വാസികളുണ്ട്. ഓക്കെ, അവരുടെ പേഴ്സണൽ ആയിട്ടാണ്, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടാണ്. ക്രിസ്തു മത വിശ്വാസികളുണ്ട്, ഹിന്ദു മത വിശ്വാസികളുണ്ട് അല്ലെ. ഇത് എത്രയും കാലം പറഞ്ഞു വിശ്വാസികൾക്ക് ആർക്കും എന്തെങ്കിലും മനസ്സിലായ എങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാം എനിത്തിങ്ങനെ മനുഷ്യൻ മാത്രമല്ല ഒരു പുല്ല് പോലും തുല്യനാണ്. ആ പുല്ലിന്റെ വിസർജനമല്ല നമ്മുടെ പ്രാണവായു. സംശയം ഉണ്ടോ? എന്താണ് ആ പൊടി പുല്ലേ തരിദേശി കയറും അല്ലെ? കയറൂലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞ കൽക്കണ്ടം കേട്ടണ്ട? എന്താണ് സംഭവം? കൽക്കണ്ടം മറ്റേ പനയെന്ന് വരുന്ന എന്തോ സാധനം അതല്ലേ? ആണോ? ബാക്കി നടത്തുന്നതാണ്. അറിയണം നമ്മള്. കാരണം നമ്മൾ അങ്ങനെ അധിക അർത്ഥത്തിലോട്ട് പോവാറില്ലല്ലോ. അതാണ് നമ്മൾ ചിന്തയുടെ പ്രശ്നമാണ്. ചിന്തിക്കുന്ന ടാക്സ് കൊടുക്കുക. കൽ ക അണ്ടം. ഓ നൈസ്. സത്യമാണ്. അത് പനയിൽ നിന്ന് കരിമ്പിൽ നിന്ന് നമുക്ക് കരിമ്പിന്റെ കൃഷ്ണ കിട്ടുന്ന പനയിൽ നിന്നുണ്ടാകുന്ന സാധനമാണ് കൽക്കണ്ടം. അതുകൊണ്ടല്ലേ അത് ഭയങ്കര പ്യൂർ അല്ലേ സാധനം. അത് ആയുർവേദത്തിന്റെ മെഡിസിനിൽ കൽക്കണ്ടം കൂടി കഴിക്കാൻ കൽക്കണ്ടം ഉപയോഗിച്ചാൽ സക്സസ് ആയിരിക്കും. നമ്മ ഷുഗർ ഓ കൽക്കട്ട മീനിങ് അറിയില്ല. കല്ലെന്ന് വെച്ചാ നാളെ, കല്ല് ഇന്നലെ. ഓ കല്ലെന്ന് വെച്ചാൽ ഇന്നലെയാണോ നാളെയാണോ? കല്ല് കല്ല് നാളെ. കൽഹോനഹോ ഉണ്ടല്ലേ? മറ്റന്നാളെന്നും പറയാം. കല്ല് ഇന്നലെ നാളെ. ഇന്നലെയുടെ നാളെയുടെ അപ്പൊ എന്താണ് താ എന്ന് പഠിക്കണം. അത് തമിഴ് പഠിക്കേണ്ടി വരും. തമിഴ് എഴുതാനറിയാം, വായിക്കാനറിയില്ല. പാലി ഭാഷ പഠിക്കേണ്ടി വരും. എന്താണ് താ? തന്തയും തള്ളയും അല്ലെ? തുടങ്ങാൻ പാടുന്നു. തപ്പ് തകലി, തമ്പുരു, തായ് അല്ലെ? തച്ചൻ, താറാവ്, താമര. തായില്ലാത്ത ദേവതനെ കുറിച്ച് അറിയാമോ? ദേവത നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മരം വെട്ടുകാരൻ മരം വെട്ടാൻ പോയി കോടാലി വെള്ളത്തിൽ പോയിട്ട് അവിടെ സ്ത്രീരൂപം വസ്ത്രധാരി. അങ്ങനെ നമുക്ക് ചിത്രം തലയിൽ പഠിപ്പിച്ചത്. ദേവത എന്ന് പറയാല് അക്ഷരങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അക്ഷരമാണ്. അതിന്റെ സ്ഥാനത്തിലാണ്. അതാണ് ദേവ എന്ന് പറഞ്ഞ ചിഹ്നമാണ്. ദേവി നിറയ്ക്കൂൾ അത്ര മാത്രം അർത്ഥം. പക്ഷെ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇതന്നെയാണ് പ്രശ്നം. അർത്ഥം അറിയാണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും, പാടിക്കൊണ്ടിരിക്കും. ഓരോ പാട്ടുകളാണ് പാടുന്നവന് കേൾക്കുന്നവന് അർത്ഥം അറിയും. ചേട്ടൻ പാട്ട് പാടോ? ഞാൻ പാട്ട് പാടും. അല്ല പാട്ട് പാടുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ നമ്പർ മേടിച്ചേക്ക്. എന്തായാലും സിനിമാ പാട്ട് വേണ്ട, നമുക്ക് സിനിമാ പാട്ട് മറ്റേ പുറത്തുനിന്നാണെങ്കിലും. ഹിന്ദിയിലോ സംസ്കൃതത്തിലോ അന്യഭാഷകളിലോ രാ ഇല്ല. നമ്മള് ഹര ഹര എന്നല്ല പഠിക്കുക ശരിക്കും. ഓ അങ്ങനെയാണ്. രാ ഇല്ല. രാ ഇവിടെ വരുമ്പോഴാണ് കിടക്കുന്നത്. കേരളത്തിൽ നമ്മുടെ മലയാളം ഇവൻ തമിഴിൽ അടക്കില്ലല്ലോ. നമ്മുടെ മദർ ടങ് എന്ന് പറഞ്ഞ തമിഴാണ് അല്ലേ? അവിടെ നിന്നല്ല എല്ലാം ഉത്ഭവിച്ചത്. ഭാഷയുടെ അമ്മ ഭാഷയാണ് തമിഴ്. തായ്മൊഴി എന്നാണ് പറയുന്നത്. എത്ര പേർക്കറിയാം?
ഇപ്പൊ അറിയില്ല. എന്റെ സമയത്ത് പിന്നെ അറിയായിരുന്നു ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല. പഠിപ്പിക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. എന്ത് ചെയ്യണം? മലയാള ഭാഷ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഫുൾ ഫോം ഉണ്ടാ? നമ്മള് സംസാരിക്കുന്ന ഭാഷ മാത്രം ഫുൾ ഫോം അല്ലേ? എക്സാമ്പിൾ ഫോർ നമ്മളുടെ ശശികല എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്ന TEACHER 7 അക്ഷരത്തിന് ഓരോ അക്ഷരത്തിനും ഫുൾ ഫോം ഉണ്ട്. അങ്ങനെ ആ 7 അക്ഷരത്തിന്റെ ഫുൾ ഫോം അറിയുന്ന ഒരു വ്യക്തിയും ആ സ്ത്രീയെ ടീച്ചർ വിളിക്കില്ല. ടീച്ചർ എന്ന് പറയുന്ന വാക്കിനർത്ഥമുണ്ട്, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. രാജ്യത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്തരവാദിത്തം. സ്ത്രീയും 44 നദികളും വെള്ളക്കെട്ട് നടത്തുന്ന സർക്കാരുമാണ്. 44 ശുദ്ധജല തടാകങ്ങളും നദികളും ഒഴുകുന്ന കേരളത്തിന്റെ പ്രദേശത്ത് തനിക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കുന്ന 10 രൂപ കൊടുക്കണം താൻ. ശരിയാണ്. പ്രകൃതിയാണ് മാറ്റി പ്രകൃതിയിൽ ജീവിക്കണം നമ്മൾ. 61 year old ശർക്കര ചെറുപ്പത്തിലെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അമ്മാമയൊക്കെ പറയുന്ന ശർക്കര മരക്കിഴങ്ങ് ഇന്ന് ആർക്കും കേട്ടത്. പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന കലോറി എന്താണെന്ന് ആർക്കറിയില്ല. അത്ര മോശമാണ്. നല്ല കപ്പലണ്ടി എണ്ണ ഉണ്ടാക്കാറുണ്ട് മറ്റേ ഇവിടെ കർണാടകയില്. എണ്ണ ശേഷമാണ് കൊളസ്ട്രോളിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണ്. പശു കൊടുക്കും, മനുഷ്യൻ കഴിക്കൂല. അത് ചേട്ടൻ എത്ര മണി വരെ ഉണ്ടാവും അവിടെ? ഞാനാ പോകും. ശരിക്കും ചേട്ടൻ മറ്റേ പിള്ളേരോടൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളാണ്. ചേട്ടന്റെ നമ്പർ നോട്ട് ചെയ്യുന്നല്ലോ. ചേട്ടനുടെ സ്ഥലം എവിടെയാ? ഞാനിപ്പോ താമസിച്ചത് മുസരീസ് പട്ടണം എന്ന പ്രദേശത്താണ്. അവിടെയാണത് മുസരീസ്. ഇയാള് പുതിയതാണ് ഇവിടെ നാട്ടില്. കണ്ണൂരാണ് സ്ഥലം. ഞാൻ കണ്ണൂരാണ്. മുസരീസ് പട്ടണം BC 3500 വളരെ സംസ്കൃത വാക്യാണ്. ഇവിടെ ഞാൻ പറഞ്ഞേ അല്ല, ഞാനിവിടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് തോമസ് ഡേ വന്നിറങ്ങിയ സ്ഥലം അതൊക്കെ. ലോകം ഇന്ന് ഈ അവസ്ഥയിൽ ലോകത്തിൽ 3 പട്ടണങ്ങളായിരുന്നു. മുസരീസും ഉണ്ടായിരുന്നു. വിശാഖപട്ടണം, മുസരീസ് പട്ടണം. ആ മുസരീസ് പട്ടണത്തിലാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ ഫ്രോഡുകളും ആർക്കും ഒന്നിനും സമയമില്ല ഏട്ടാ. സമയമില്ലാട്ടൊന്നുമല്ല, അറിയാൻ പാടാണ്. അറിയാമെങ്കിൽ അതേ ചെയ്യൂ. ഇപ്പോഴത്തെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെയും കൊച്ചു മക്കൾക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ എന്താ പറയേണ്ടത്? കണ്ണൂർ അഴീക്കോട്. പ്രശ്നങ്ങൾ ഒരു മാറ്റം വരാത്ത ആൾക്കാരാണ്. എന്നും എല്ലാ സ്ഥലത്തും ഇല്ല വെട്ടും കൊലയും. ആര് പറഞ്ഞു? ഇവിടെ ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ കേട്ടിട്ടുണ്ട്. ആ സാധനം ഇവിടെയും ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴേ ആദ്യമായിട്ട് വന്നപ്പോ നമ്മുടെ ഇതുപോലെ ഒരു ബന്ധു പറഞ്ഞേ നിങ്ങളുടെ നാട്ടില് ഫുള്ള് പ്രശ്നമാണല്ലേ കൊത്തും കൊലയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തെല്ലാം മറ്റേ കൊലപാതകമാണ്. രാഷ്ട്രീയം അല്ല, രാഷ്ട്രീയം കുറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. നമ്മുടെ അടുത്ത് മറ്റേ പേഴ്സണൽ അറ്റാക്ക് ഇല്ല കേട്ടോ. കണ്ണൂര് പേഴ്സണലി ഭയങ്കര ചങ്കാണ്. ഫുഡുകളുടെ നാടല്ലേ ഇവരുടെ നാട്. ആൾക്കാര് സൽക്കാരം ഒക്കെ അവരുടെ നാട്ടില് നല്ലതാണ്. നമ്മള് ഫുഡ് കഴിപ്പിച്ചാ വിടുള്ളൂ. വീട്ടിൽ വന്നാലേ വയറ് നിറച്ചു വിടും. ഞാൻ എബ്രഹാലിംഗിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അവസാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ചേട്ടന്റെ ഒരു ബിസിനസ് പോയി ഇവിടെ വന്നിട്ടായ നമ്മളെ വീടിടുന്ന സമയത്തെ കാണിച്ചാൽ വാട്സാപ്പ് ഒക്കെ ഉണ്ടല്ലോ. ശരിയേട്ടാ. എന്നാലും സംഭവേ ആള് പറഞ്ഞതിനകത്ത് കാര്യമാണ്. എല്ലാം കാര്യമാണ്, ഫാക്റ്റാണ്. ആക്ച്വലി കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് എടുക്കാൻ പറ്റൂല അല്ലെ? അത്രയും നേരം, അതായത് എനിക്ക് തോന്നുന്നത് ആൾക്കൊരു 1 hour 1.5 hour ഒക്കെ കണ്ടിന്യൂ സംസാരിക്കാൻ പറ്റും അല്ലേ? ആൾക്ക് നല്ല വിവരമുണ്ട്. അത് എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട്. പഠിപ്പിന്റെ മാത്രമല്ല, പിന്നെ ഫോട്ടോഗ്രാഫി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിവരത്തിന് വിവരം. പിന്നെ ആ സമയത്ത് 10ാം ക്ലാസ് ഏകദേശം ഇപ്പോഴത്തെ കാലത്ത് ഒരു MSc വൈബാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് നമ്മള് പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴും ജഡ്ജ് ചെയ്യുന്നത് അതുകൊണ്ടാ പറയണത് അല്ലേ? അഗൈൻ മറ്റൊരു സാധനം വന്നല്ലേ, ഡോണ്ട് ജഡ്ജ് ബൈ ബുക്ക് ഇൻ കവർ, ബൈറ്റ്സ് കവർ. അതന്നെ ആ സാധനം, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈറ്റ്സ് കവർ എന്ന് പറയാറുണ്ട്. ശരിയാണ്, സത്യമാണ്. അങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ ഫാക്ട്സ് ആണ്. അങ്ങേര് ഇപ്പൊ കുറെ സംസാരിക്കുന്നില്ലേ? ആ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറെ സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അയാളെ ഭയങ്കര ഊളനായിട്ട് കാണും, അല്ലെങ്കിൽ മണ്ടനായിട്ട് കാണും. അയാൾ പറഞ്ഞ കാര്യം അതാണ്. ആക്ച്വലി നമ്മളിവിടെ ഫേസ് ചെയ്യുന്ന സെയിം സാധനം. അതെ, കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഒരു കുളത്തിനുള്ളിലുള്ള സാധനങ്ങൾ മതി, അതിന്റെ പുറത്തോട്ടൊന്നും വേണ്ട, ടോപ്പിക് അറിയേണ്ട ആവശ്യമില്ല. ഇല്ല, ഇപ്പൊ എത്ര ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഓരോ കാര്യങ്ങൾ അറിയാൻ. ഇപ്പം തന്നെ അവിടെ വന്ന് എന്തോരം ആൾക്കാർ വേഗം പോയിന്നറിയാം.
കൊറേ സംസാരിക്കും. അയാള് തന്നെ ഇപ്പൊ നേരത്തെ അത് കഴിഞ്ഞ് 2 പാക്കറ്റ് മേടിച്ചിട്ട് പോയില്ലേ, അവര് തന്നെ വൈക്ക് ഭ്രാന്ത് തീർന്നുണ്ടായിരുന്നു. അയാളുടെ ഫേസ് ഉണ്ടായിരുന്നോ? ഞാൻ അതുകൊണ്ടാ പറഞ്ഞ കൊടുത്തു കൊടുക്കേട്ടാ. ഞാനും അതെ, അങ്ങനെ ബിസിനസ് കളയാൻ പാടില്ലല്ലോ നമ്മള്. ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ചേട്ടൻ പറഞ്ഞ കഴുകിയാണെന്നാ പറഞ്ഞത്. നോർമലായിട്ട് നമുക്ക് കഴുകിയിട്ട് അത്യാവശ്യം ക്ലീൻ ആണ് അറിയാം. മറ്റേ വലിയ ഭയങ്കര പായൽ പിടിച്ചായിരിക്കില്ലേ? അത്യാവശ്യം ക്ലീൻ ആണ്. ചെറുത് മറ്റേ രീതിയിൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് ചേട്ടൻ പറഞ്ഞോ മറ്റേ സാധനം കളയണ്ടെന്ന്. ഞാനിപ്പോ ഓർക്കുന്നുണ്ട്, പണ്ടില്ലേ എന്റെ അമ്മയുടെ വീട്ടില് അത് കളയില്ല. കടയിലും കളയില്ല. ഇനി അതാണ് സ്റ്റോൺ എന്ന് പറഞ്ഞത്. ഇനി ഓവർ ഉപയോഗിച്ചാല് അതുകൊണ്ടാണ് കളയെന്ന് അറിയില്ലല്ലേ. സ്ഥിരം കഴിക്കുന്നതും കൊള്ളൂലല്ലേ? സ്ഥിരം കഴിക്കുന്ന ഒന്നും കൊള്ളൂലല്ലോ. ഏതാണ് സ്ഥിരം കഴിക്കുന്നത് നല്ലുള്ളത്? എല്ലാത്തിനും സ്ഥിരം കഴിച്ചാല് ബുദ്ധിമുട്ടല്ലേ. ഉള്ളിൽ എന്തോ സാധനം ഉണ്ട്. ഒരു സാധനമല്ല, ചെമ്മീൻ. ചെമ്മീനല്ല, മറ്റേ നല്ലത് ചാടിയാണ്. ചാടി ഒന്നാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാണ്ട് നേരെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നോ വാട്ടർ. വെള്ളം വന്നേക്കുന്നുണ്ട. വെള്ളം ഓവർഫ്ലോ ആയി പോയി അറിയാത്ത. താഴെ വീണേക്കണത് പെട്ടെന്ന് പൊന്തിപ്പോയി. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വെള്ളം വന്നേക്കുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണത്. അപ്പൊ അത് ഒന്നും കൂടി എല്ലാം ആവൊളിക്കണം. എല്ലാം ആവൊളിച്ചിട്ടില്ലേ ഇതിനകത്ത്. അല്ല, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ തല്ലിയെടുക്കാൻ പറ്റില്ലല്ലോ. ഏകദേശം പൊന്തി. നീന പൊങ്ങിയേക്കാണ്. ഏകദേശം ആയിട്ടുണ്ടല്ലോ. ഇനി എടുക്കാം. ആയിട്ടുണ്ടല്ലോ. ഇതുണ്ടോ ഇത്രയും വെള്ളം വന്നറിയോ? ഓക്കെ, ഇത്രയും വെള്ളമുണ്ട്. ഈ വെള്ളം അവര് പണ്ട് കാലത്തെ ആളുകളില്ലേ ഫുൾ കക്കയുടെ വെള്ളമാണ് ഇത്. അവര് രസം പോലെ കുടിക്കുമായിരുന്നു. ജസ്റ്റ് മറ്റേ എന്താണ് വെളിച്ചെണ്ണയിനകത്ത് മറ്റേ കടുകും ഉള്ളിയും മറ്റേ സാധനങ്ങൾ, ഇഞ്ചി വെളുത്തിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വറവിട്ടിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇടും. മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിനകത്തിട്ടിട്ട് ഉപ്പിട്ടിട്ട് രസം പോലെ കുടിക്കും. പക്ഷെ ഇത് ഹൈ കാൽഷ്യം ആയതുകൊണ്ടിട്ട് പണ്ട് കാലത്തൊന്നും കുഴപ്പമില്ലായിരുന്നു. കാരണം അവർക്ക് അധികം ഫുഡൊന്നും ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമ്മള് കഴിച്ചാൽ ചിലപ്പോ അബദ്ധമാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മള് കൊറേ വേറെ എന്തൊക്കെയോ കഴിക്കുന്നല്ലേ, അപ്പൊ കാൽഷ്യം ഓവറായി പോകും ചിലപ്പോ. എങ്ങനെ പറിക്കണത്?
പറിക്കുന്നല്ല, പറിക്കുന്നില്ല പറിക്കേണ്ടത് ആപ്പിളാ. ഇതിനകത്തൊന്നും ഇങ്ങനെ ഇത്ര ഉണ്ടോ, ചെറുത് കുഞ്ഞൻ സാധനം. അതിന്റെ ഉള്ളില് മര്യാദ എടുത്തോളണോട്ട് ഇറച്ചിയൊക്കെ മിസ്സായി പോകരുത്. ഞാൻ വിചാരിച്ചു കുഞ്ഞായതുകൊണ്ടാണ്. ഞാൻ രണ്ടെണ്ണം മിസ്സായി. ആണോ കിട്ടിയ? എന്നിട്ട് കാരണം പെട്ടെന്ന് നമ്മളെ കഴിയുന്നത് മറ്റേതുപോലെ ആയി പോകും. അമ്മമാരുണ്ടായിരുന്നെ അമ്മമാർക്ക് എടുക്കാൻ പറ്റിയ ജോലിയായിരുന്നു. ഇപ്പോഴത്തെ അമ്മമാരൊക്കെ ബിസിയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ അമ്മമാരെ കുറ്റം പറഞ്ഞു, അമ്മമാരുടെ പടമൊന്നും നിങ്ങളെ തല്ലും. ഒഫീഷ്യലി കഴിഞ്ഞു. എന്റെ മോനെ ഒരു കവർ നിറച്ചുണ്ടല്ലോ, തന്നേനേക്കാളും കൂടുതലുണ്ട് ഈ സാധനം. തോട് തോട് ആ ഏകദേശം ഇരട്ടിയായ ഇറച്ചിയുണ്ടേ. ഇറച്ചി ഇത്രേ ഉള്ളൂ അല്ലേ? 1/2 കിലോ ഉണ്ടോ? പക്ഷെ എനിക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആവും. സ്മെല്ല് പക്ഷെ നോക്കി. കുമ്മായത്തിന് കൊണ്ടുപോകും കുറെ ആൾക്കാർ പണ്ട്. ഇത് പണ്ട് മറ്റേതിന് കൊണ്ടുപോയിരുന്നു, കൂട്ടി വെച്ചിട്ട് ചാക്കിൽ കൂട്ടി വെച്ചിട്ട് അവര് കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരൊന്നും എടുക്കാൻ വരാറൊന്നുമില്ല. അല്ല മറ്റേ ഇതിന്റെ വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിലാണ് ഈ സാധനം കളയാൻ നിൽക്കണതല്ലേ. ശരിക്കും വെള്ളം കുടിക്കുന്നതിന്റെ വെള്ളം ഇങ്ങനത്തെ വരുന്നത് ഇതിന്റെ എല്ലാം കൂടി ചേർന്നിട്ട്. ഇതിന്റെ വെള്ളം കുടിക്കുന്ന ആൾക്കാരല്ലേ മറ്റേ വലരസം പോലെ. ചിക്കനൊക്കെ പറയട്ടെ. ഉണക്കച്ചെമ്മീൻ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ അറിയില്ലേ? ഇതേ ടേസ്റ്റിൽ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ലോ പ്രാവശ്യം. ഉപ്പില്ലേ? മതിയില്ലേ?
ഫ്ലേവറേ നല്ല കക്ക തന്നെ. നല്ലോണോ? ഗാർലിക്കിന്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്.